തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ തൃശൂർ അതിരൂപതയിലെ പ്രവർത്തനങ്ങൾ അത്യധികം ശ്ലാഘനീയമാണ്. തികഞ്ഞ ദൈവശാസ്ത്രജ്ഞനും സഭാ സ്നേഹിയുമായ അദ്ദേഹത്തിൻ്റെ തൃശൂർ അതിരൂപതയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രപരമായ ചില കാഴ്ചപ്പാടുകൾ സാധാരണ ജനങ്ങളോട് സംവദിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തൃശൂർ അതിരൂപതയിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ എനിക്ക് വ്യക്തമായിട്ടുള്ളതാണ്. അദ്ദേഹം കത്തീഡ്രൽ പള്ളിയായ ഞങ്ങളുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞ വചനം ഇതായിരുന്നു: സീറോ മലബാർ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ഇപ്രകാരമായിരുന്നു. തോമസ് ലീഹ ഉത്ഥിതനായ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞ അതേ പ്രാർത്ഥന: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത്തരം ഒരു പ്രസ്താവനയോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ അജപാലന ദൗത്യം തൃശ്ശൂർ അതിരൂപതയിൽ ആരംഭിക്കുന്നത്. പിന്നീട് ലൂർദ് പള്ളിയിൽ വരുമ്പോഴൊക്കെ അദ്ദേഹം ഓരോ പ്രസംഗങ്ങൾ പറയും. വിശുദ്ധ കുർബാന ഇല്ലാത്ത ഈ ദേവാലയം വിശുദ്ധ കുർബാന ഒഴിവാക്കിയാൽ അത് വെറും പള്ളി ഹാളായി മാറും. മാത്രമല്ല, അദ്ദേഹം പറയാറുണ്ട്, ദൈവം ആദിയിൽ മനുഷ്യനെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ അർത്ഥം ദൈവത്തിന് സ്ത്രീയുടെ ഛായയും പുരുഷന്റെ ഛായയും ഒരുമിച്ചുണ്ട് എന്നതായിരുന്നു. ഇത്തരത്തിൽ വളരെ ദൈവശാസ്ത്രപരമായ അടിസ്ഥാന കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ അദ്ദേഹം വളരെ ജാഗരൂകനായിരുന്നു. മാത്രമല്ല, തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ച് ഞങ്ങളുടെ മേജർ സെമിനാരി അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയായിരുന്നു. കൂടാതെ മിഷനാശുപത്രിയെ ഒരു മെഡിക്കൽ കോളേജായി ഉയർത്താനും അനേകം കത്തോലിക്ക വിദ്യാർത്ഥികൾക്ക് അവിടെ വന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ളൊരു സാഹചര്യമാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, BEd കോളേജ് തുടങ്ങി അനേകം പ്രസ്ഥാനങ്ങളിലൂടെ രൂപതയിലെയും കേരള സഭയിലെയും പൊതുസമൂഹത്തിൻ്റെയും ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം തൃശ്ശൂർ രൂപതയുടെ ഭൗതിക സാഹചര്യങ്ങൾ രൂപാന്തരപ്പെടുത്തിയെടുത്തു എന്നത് തികച്ചും ശ്ലാഘനീയമാണ്. അദ്ദേഹത്തിൻ്റെ പൊതു സമൂഹത്തോടുള്ള ബന്ധം വളരെ പ്രശംസനീയമാണ്. കാരണം പൂരം, ഓണം മുതലായ ഉത്സവങ്ങളിലും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായി സൗഹാർദ്ദം പുലർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അങ്ങനെ ദൈവശാസ്ത്രപരമായാലും ആത്മീയമായാലും ബൈബിൾ വ്യാഖ്യാനമായാലും തൃശ്ശൂർ അതിരൂപതയുടെ ആത്മീയ ഭൗതിക വളർച്ചയായാലും പൊതുസമൂഹത്തോടുള്ള ബന്ധമായാലും മതസൗഹാർദ്ദപരമായ പ്രവൃത്തികളായാലും രാഷ്ട്രീയ പ്രവർത്തകരോടുള്ള സമീപനമായാലും അദ്ദേഹം ഒരു തികഞ്ഞ നേതാവിനെ പോലെ പ്രവർത്തിച്ചു എന്നത് തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചും കേരള സഭയെ സംബന്ധിച്ചും അഭിമാനാർഹമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.